യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു തോമസ്. ഇദ്ദേഹത്തെ ദിദിമോസ് എന്നും വിളിക്കാറുണ്ട്. യേശുവിന്റെ പുനരുദ്ധാനത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും പിന്നീട് യേശുവിനെ കണ്ട് വിശ്വസിക്കുകയും ചെയ്തതിനാൽ സംശയാലുവായ തോമസ് എന്ന പേരും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ഏറ്റവും ഉറച്ച വിശ്വാസത്തോടെ സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങിത്തിരിച്ചതും ഇദ്ദേഹമായിരുന്നു. ക്രിസ്തുവിന്റെ കേരളത്തിലെ വളർച്ചയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് വിശുദ്ധ തോമസ് ലീഹ. അദ്ദേഹത്തിന്റെ ചരിത്രം കേരളത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ വളരെ വലുതാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം. യേശുവിന്റെ ശിഷ്യനായി വിളിക്കപ്പെട്ടതു മുതൽ യേശുവിന്റെ സ്വർഗാരോഹണം വരെയുള്ള തോമസ് ലീഹായുടെ ജീവിതം ബൈബിളിലെ പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും വിശ്വാസത്തെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. ഗലീലയിലെ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു തോമസ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. യേശു തന്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ തോമസും ഉൾപ്പെട്ടിരുന്നു. മറ്റു ശിഷ്യന്മാരെ പോലെ തന്നെ യേശുവിനോടൊപ്പം നടന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടും അത്ഭുതങ്ങൾ കണ്ടുമാണ് തോമസും വിശ്വാസത്തിൽ വളർന്നത്. ബൈബിൾ അദ്ദേഹത്തിന്റെ വലിയൊരു ധീരതയെക്കുറിച്ച് പറയുന്നുണ്ട്. ലാസറിനെ ഉയിർപ്പിക്കാനായി യേശു യഹൂദിയയിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ശത്രുക്കൾ യേശുവിനെ കൊല്ലാൻ നോക്കുന്നത് കൊണ്ട് മറ്റു ശിഷ്യന്മാർ ഭയന്നു. എന്നാൽ അന്ന് തോമസ് പറഞ്ഞത് അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം തിരുവാക്യത്തിൽ ഇത് വായിക്കാവുന്നതാണ്. യേശുവിനോടുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ സ്നേഹവും വിശ്വാസവുമാണ് അവിടെ കണ്ടത്. യേശു തന്റെ മരണത്തിന് തൊട്ടു മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം എന്ന്. അപ്പോൾ തോമസ് വളരെ നിഷ്കളങ്കമായി ചോദിച്ചു, കർത്താവേ, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഇത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 5-ാം തിരുവാക്യത്തിൽ വായിക്കാവുന്നതാണ്. ഈ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് യേശു തന്റെ പ്രശസ്തമായ വചനം പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു തോമസ് എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. യേശുവിനെ പിടികൂടിയ സമയത്തും ക്രൂശീകരണ സമയത്തും മറ്റു ശിഷ്യന്മാരെ പോലെ തന്നെ തോമസും വലിയ മാനസിക വിഷമത്തിലായിരുന്നു. യേശു മരിച്ചതോടെ തന്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു എന്ന ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് മറ്റു ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ തോമസ് അത് വിശ്വസിച്ചില്ല. അവന്റെ കൈകളിൽ ആണിപ്പഴുതുകൾ കാണുകയും അവയിൽ വിരലുകൾ ഇടുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. 8-ാം ദിവസം യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസിനെ വിളിച്ച് മുറിവുകളിൽ സ്പർശിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ മുറിവുകളിൽ തൊടാതെ തന്നെ തോമസ് വിളിച്ചു പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാം തിരുവാക്യത്തിൽ ഇത് വായിക്കാവുന്നതാണ്. യേശുവിനെ ദൈവം എന്ന് ആദ്യമായി വിളിച്ച ശിഷ്യൻ തോമസ് ആണ്. ഈ നിമിഷമാണ് തോമസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ചുരുക്കി പറഞ്ഞാൽ, യേശുവിനോടൊപ്പം ആയിരുന്നപ്പോൾ തോമസ് ഒരു ചോദ്യകർത്താവും അതേസമയം ധീരനുമായിരുന്നു. തന്റെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കുവാനും അതിന് മറുപടി ലഭിക്കുമ്പോൾ പൂർണ്ണമായി വിശ്വസിക്കുവാനും അദ്ദേഹം തയ്യാറായി. ഈ ഉറച്ച വിശ്വാസമാണ് ഇന്ത്യ വരെ വന്ന് സുവിശേഷം പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന് കരുത്തു നൽകിയത്. AD 52-ൽ തോമസ് ലീഹ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി എന്ന് ചരിത്രവും പാരമ്പര്യവും വിശ്വസിക്കുന്നുണ്ട്. അക്കാലത്ത് കേരളത്തിന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ശക്തമായ വ്യാപാരബന്ധം ഉണ്ടായിരുന്നു. മുസിരിസ് തുറമുഖം വഴി എത്തിയ അദ്ദേഹം യഹൂദ കുടിയേറ്റക്കാർക്കിടയിലും തദ്ദേശീയർക്കിടയിലും സുവിശേഷം പ്രചരിപ്പിച്ചു. കേരളത്തിൽ അദ്ദേഹം 7.5 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, നിരണം, നിലയ്ക്കൽ, കൊല്ലം, അരപ്പള്ളി എന്നത് തിരുവിതാംകോട്. ഇത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണെങ്കിലും പാരമ്പര്യമായി ഇതിനെ അരപ്പള്ളിയായി കണക്കാക്കുന്നു. കേരളത്തിലെ നമ്പൂതിരി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖ കുടുംബങ്ങളിൽ നിന്നുള്ളവർ തോമസ് ലീഹ വഴി ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവരാണ് പിന്നീട് മാർത്തോമാ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ നസ്രാണികൾ എന്ന് അറിയപ്പെട്ടത്. കേരളത്തിലെ ക്രിസ്തുമതം വിദേശത്ത് നിന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ടതല്ല, മറിച്ച് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ വേരൂന്നിയതാണെന്നതിന്
തോമാസ് ലീഹായുടെ ചരിത്രം വലിയ തെളിവാണ്. അദ്ദേഹം കേരളത്തിലെത്തിയപ്പോൾ നടത്തിയ മതപരിവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രധാനമായും വാമൊഴി പാരമ്പര്യങ്ങളിലൂടെയും റമ്പാൻ പാട്ട്, വീരടിയാൻ പാട്ട് തുടങ്ങിയ പുരാതന പാട്ടുകളിലൂടെയുമാണ് തലമുറകളായി കൈമാറി വന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ചരിത്രപരവും പാരമ്പര്യവുമായ വശങ്ങൾ മനസ്സിലാക്കാം. തോമാസ് ലീഹ നമ്പൂതിരിമാരെ സുവിശേഷത്തിലേക്ക് ആകർഷിച്ചതിനെക്കുറിച്ച് ഏറ്റവും പ്രചാരത്തിലുള്ള വസ്തുത തൃശൂർ ജില്ലയിലെ പാലയൂരുമായി ബന്ധപ്പെട്ടതാണ്. പാരമ്പര്യം അനുസരിച്ച് തോമാസ് ലീഹ പാലയൂരിലെ തളിയിലക്കുളം എന്ന കുളക്കടവിൽ എത്തിയപ്പോൾ അവിടെ നമ്പൂതിരിമാർ കുളി കഴിഞ്ഞ് സൂര്യഭഗവാന് തർപ്പണം ചെയ്യുന്നത് കണ്ടു. അവർ എറിയുന്ന വെള്ളം തിരിച്ചു കുളത്തിലേക്ക് തന്നെ വീഴുന്നത് കണ്ട ശ്ലീഹ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവം ഈ വഴിപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം താഴെ വീഴാതെ നിൽക്കണമല്ലോ. തുടർന്ന് ശ്ലീഹ പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളം മുകളിലേക്ക് എറിയുകയും ആ ജലഗണങ്ങൾ വായുവിൽ തങ്ങി നിൽക്കുകയും വജ്രം പോലെ തിളങ്ങുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഈ അത്ഭുതം കണ്ട് വിശ്വസിച്ച നിരവധി നമ്പൂതിരി കുടുംബങ്ങൾ ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. തോമാസ് ലീഹയിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട 4 നമ്പൂതിരി കുടുംബങ്ങൾ ശങ്കരപുരി, പാകലോമറ്റം, കാളിയപ്പങ്കൽ, കാളിയങ്കാവ് എന്നിവയാണ്. ഇന്നും കേരളത്തിലെ പല പുരാതന നസ്രാണി കുടുംബങ്ങളും തങ്ങളുടെ വംശാവലി ഈ 4 കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തു വളർന്നത് ഗലീലയിലെ നസ്രേത്ത് എന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നസ്രായൻ എന്ന് അറിയപ്പെട്ടിരുന്നു. യേശുവിൻ്റെ അനുയായികളെ അക്കാലത്ത് ജൂതന്മാരും മറ്റുള്ളവരും വിളിച്ചിരുന്ന പേരാണ് നസ്രായർ എന്നത്. ഈ പദത്തിൽ നിന്നാണ് മലയാളത്തിലെ നസ്രാണി എന്ന വാക്കുണ്ടായത്. ക്രിസ്ത്യാനി എന്ന വാക്ക് പിൽക്കാലത്ത് യൂറോപ്യൻ സ്വാധീനത്തിലൂടെ വന്നതാണ്. എന്നാൽ അതിനു മുൻപേ തന്നെ, അതായത് 1-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക വിശ്വാസികളെ തിരിച്ചറിയാൻ മാർത്തോമാ നസ്രാണികൾ എന്ന പേരാണ് ഉപയോഗിച്ചിരുന്നത്. ചരിത്രപരമായ ചില നിഗമനങ്ങൾ അനുസരിച്ച് തോമാസ് ലീഹ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴേക്കും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ഒരു ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ വരുമെന്നാണ് പാരമ്പര്യപ്പാട്ടുകളായ റമ്പാൻ പാട്ട്, മാർഗംകളിപ്പാട്ട് എന്നിവ സൂചിപ്പിക്കുന്നത്. 1600കളിൽ എഴുതപ്പെട്ട റമ്പാൻ പാട്ടുകളിൽ തോമാസ് ലീഹ ഏതാണ്ട് 17,000-ൽ അധികം പേരെ ഇന്ത്യയിലാകെ ജ്ഞാനസ്നാനം കഴിപ്പിച്ചു എന്ന് പരാമർശമുണ്ട്. ചുരുക്കത്തിൽ കേരളത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കാനും പിൻകാലത്ത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിന് അടിത്തറപ്പാകാനും തോമാസ് ലീഹയ്ക്ക് സാധിച്ചു എന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. വിശുദ്ധ തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വം ക്രൈസ്തവ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ടതും വൈകാരികവുമായ ഒരു അധ്യായമാണ്. AD 72-ലാണ് അദ്ദേഹം രക്തസാക്ഷിയായതെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് വിശദമായി അറിയാം. കേരളത്തിലെ സുവിശേഷ പ്രചാരണത്തിനു ശേഷം തോമാസ് ലീഹ ഭാരതത്തിന്റെ കിഴക്കൻ തീരത്തേക്ക്, അതായത് ഇന്നത്തെ ചെന്നൈ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. അവിടെ മൈലാപ്പൂർ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. അവിടുത്തെ ഭരണാധികാരികളെയും സാധാരണക്കാരെയും അദ്ദേഹം ക്രിസ്തുമതത്തിലേക്ക് ആകർഷിച്ചു. തോമാസ് ലീഹായുടെ പ്രസംഗങ്ങളും അദ്ദേഹം നടത്തിയ അത്ഭുതങ്ങളും അവിടുത്തെ ചില പ്രാദേശിക പുരോഹിതന്മാരെയും ഭരണാധികാരികളെയും ചൊടിപ്പിച്ചു. തങ്ങളുടെ പരമ്പരാഗത വിശ്വാസത്തിന് അദ്ദേഹം ഭീഷണിയാണെന്ന് അവർ കരുതി. അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ അവർ അവസരം കാത്തിരുന്നു. ചെന്നൈയിലെ സെന്റ് തോമസ് മൗണ്ട് എന്നറിയപ്പെടുന്ന കുന്നിൻ മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെയാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടത്. ശത്രുക്കൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തി എന്നാണ് ചരിത്രവും പാരമ്പര്യവും പറയുന്നത്. അദ്ദേഹം കുത്തേറ്റ് വീണപ്പോൾ പിടിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കൽക്കുരിശ് ഇന്നും ചെന്നൈയിലെ പള്ളിയിലുണ്ട്. ഇതിനെ രക്തം വിയർക്കുന്ന കുരിശ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ മൃതദേഹം ശിഷ്യന്മാർ ചേർന്ന് മൈലാപ്പൂരിലെ കടൽ തീരത്താണ് അടക്കം ചെയ്തത്. ഈ സ്ഥലത്താണ് ഇന്ന് പ്രശസ്തമായ സാന്തോം ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ യേശുവിന്റെ ശിഷ്യന്മാരുടെ കല്ലറകൾക്ക് മുകളിൽ പണി കഴിപ്പിക്കപ്പെട്ട 3 ബസിലിക്കകളിൽ ഒന്നാണിത്. മറ്റു 2 എണ്ണം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സും സ്പെയിനിലെ സെന്റ് ജെയിംസുമാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങളുടെ വലിയൊരു ഭാഗം എഡേസയിലേക്കും പിന്നീട് ഇറ്റലിയിലെ ഓർത്തോണയിലേക്കും മാറ്റപ്പെട്ടു. എങ്കിലും മൈലാപ്പൂരിലെ ഈ കല്ലറ
ഇന്നും ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർക്ക് ഒരു പ്രധാന പുണ്യസ്ഥലമാണ്. കത്തോലിക്ക സഭയും മറ്റ് പൗരസ്ത്യ സഭകളും ജൂലൈ 3 ആണ് തോമാശ്ലീഹായുടെ രക്തസാക്ഷിത്വ ദിനമായി ആചരിക്കുന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ ആ വിശ്വാസത്തിനു വേണ്ടി സ്വന്തം ജീവൻ നൽകിയ അദ്ദേഹം ഭാരതത്തിൻ്റെ അപ്പസ്തോലനായി ഇന്നും വണങ്ങപ്പെടുന്നു. തോമാശ്ലീഹായുടെ ഈ ചരിത്രം കേരളത്തിലെ ക്രൈസ്തവ പൈതൃകത്തിൻ്റെ അടിത്തറയാണെന്ന് മനസ്സിലാക്കാം. ഇനി മലയാറ്റൂരിനെക്കുറിച്ചറിയാം. കേരളത്തിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനിടയിൽ ജനക്കൂട്ടത്തിൽ നിന്ന് മാറി ശാന്തമായി പ്രാർത്ഥിക്കാനും ദൈവവുമായി സംവാദിക്കാനുമായി തോമാശ്ലീഹ തിരഞ്ഞെടുത്തത് മലയാറ്റൂരിലെ കുന്നിൻ മുകളിലായിരുന്നു. അക്കാലത്ത് അത് വന്യമൃഗങ്ങൾ നിറഞ്ഞ ഒരു കൊടും കാടായിരുന്നു. ഇദ്ദേഹത്തെ വിശ്വാസികൾ, പ്രത്യേകിച്ച് മലയാറ്റൂർ തീർത്ഥാടകർ, പൊന്നുംകുരിശ് മുത്തപ്പൻ എന്ന് വിളിക്കുന്നതിനു പിന്നിൽ മനോഹരമായ ചില ഐതിഹ്യങ്ങളും സാംസ്കാരികമായ കാരണങ്ങളുമുണ്ട്. ഐതിഹ്യങ്ങൾ പ്രകാരം തോമാശ്ലീഹ മലയാറ്റൂർ മലമുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് അദ്ദേഹം മലമുകളിലെ ഒരു പാറയിൽ കുരിശു വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ആ പാറയിൽ നിന്ന് ഒരു പൊന്നും കുരിശ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം. ഈ അത്ഭുത സംഭവത്തെ അനുസ്മരിച്ചാണ് മലയാറ്റൂരിലെ കുരിശിനെ പൊന്നും കുരിശ് എന്ന് വിളിച്ചു തുടങ്ങിയത്. ഇന്നും മലയാറ്റൂർ മല കയറുന്ന വിശ്വാസികൾ പൊന്നുംകുരിശു മുത്തപ്പൻ മലകയറ്റം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസത്തിന്റെ പിതാവായും കാരണവരായും തോമാശ്ലീഹായെ കാണുന്നതിനാൽ ഒരു കുടുംബത്തിലെ മുതിർന്ന വ്യക്തിയെ എന്ന പോലെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കുന്ന പേര് കൂടിയാണ് മുത്തപ്പൻ എന്നുള്ളത്. മാത്രമല്ല, കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലും മലയോര മേഖലകളിലും ദൈവങ്ങളെയും വിശുദ്ധരെയും മുത്തപ്പൻ എന്ന് വിളിക്കുന്ന രീതിയുണ്ട്. തോമാശ്ലീഹ മലമുകളിൽ തപസ് ചെയ്ത സന്യാസിയെപ്പോലെ ജീവിച്ച വ്യക്തിയായതുകൊണ്ട് നാട്ടുകാർ അദ്ദേഹത്തിന് നൽകിയ പേര് കൂടിയാണ് മുത്തപ്പൻ എന്നത്. മലമുകളിൽ തോമാശ്ലീഹ പ്രാർത്ഥിക്കുമ്പോൾ വന്യമൃഗങ്ങളിൽ നിന്നും മറ്റും അദ്ദേഹത്തിന് സംരക്ഷണം ലഭിച്ചു എന്നതും ആ മലയെ അദ്ദേഹം തന്റെ സ്വാധീനം കൊണ്ട് അനുഗ്രഹിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു. പാറയിൽ ഉറവ് ഉണ്ടാക്കിയതും പാദമുദ്രകൾ പതിഞ്ഞതുമെല്ലാം ഈ മുത്തപ്പന്റെ ശക്തിയായിട്ടാണ് വിശ്വാസികൾ കരുതപ്പെടുന്നത്. കഠിനമായ വെയിലിൽ മലമുകളിൽ പ്രാർത്ഥനയിലും തപസ്സിലും മുഴുകിയിരുന്ന ശ്ലീഹായ്ക്ക് വല്ലാതെ ദാഹിച്ചു. ആ വിജനമായ മലമുകളിൽ കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ കൈവശമുണ്ടായിരുന്ന വടി കൊണ്ട് പാറയിൽ അടിച്ചപ്പോൾ അവിടെ നിന്ന് തെളിനീർ ഉറവയെടുത്തു എന്നാണ് വിശ്വാസം. സമുദ്രനിരപ്പിൽ നിന്ന് ഇത്രയും ഉയരത്തിലുള്ള കഠിനമായ പാറക്കെട്ടിനിടയിൽ വേനൽക്കാലത്ത് പോലും ഈ ഉറവ വറ്റാറില്ല എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതമാണ്. ഈ തീർത്ഥം രോഗശാന്തിക്കും അനുഗ്രഹത്തിനുമായി വിശ്വാസികൾ കുടിക്കുകയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. തോമാശ്ലീഹ പ്രാർത്ഥിച്ചിരുന്ന മലയാറ്റൂരിലെ ഈ മലമുകളിനെ കുരിശുമുടി എന്ന് വിളിക്കുന്നതിന് പിന്നിലെ ചരിത്രപരവും ആത്മീയപരവുമായ വിവരങ്ങളറിയാം. കുരിശ്, മുടി എന്നീ 2 വാക്കുകൾ ചേർന്നാണ് ഈ പേരുണ്ടായത്. ഐതിഹ്യങ്ങൾ പ്രകാരം തോമാശ്ലീഹ മലമുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പാറയിൽ വിരൽ കൊണ്ട് വരയ്ക്കുകയും അവിടെ ഒരു സ്വർണ്ണക്കുരിശ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തതായി നേരത്തെ പറഞ്ഞിരുന്നല്ലോ. മലയുടെ ഏറ്റവും മുകളിൽ, അതായത് മലയുടെ മുടിയായ ഭാഗത്ത് കുരിശ് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് കുരിശുമുടി എന്ന് പേരു വന്നത്. ഇതുകൂടാതെ കേരളത്തിൽ സുവിശേഷ പ്രചരണം നടത്തുന്നതിനിടയിൽ തപസ്സനായി തിരഞ്ഞെടുത്ത ഈ മലമുകളിൽ അദ്ദേഹം ഒരു കുരിശ് സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പണ്ട് കാലത്ത് കാട്ടുനായ്ക്കന്മാരും മറ്റും ഈ മലമുകളിൽ പ്രകാശിക്കുന്ന കുരിശ് കണ്ടിരുന്നുവെന്നും പാരമ്പര്യമുണ്ട്. മലയുടെ നെറുകയിൽ കുരിശ് ഇരിക്കുന്നത് കൊണ്ട് അത് കുരിശുമുടി ആയി എന്നും പറയപ്പെടുന്നു. മലയാളത്തിൽ മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തെയാണ് മുടി എന്ന് വിളിക്കാറുള്ളത്. ഉദാഹരണത്തിന് അഗസ്ത്യമുടി എന്ന് പറയുന്നത് പോലെ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1269 അടി ഉയരത്തിലുള്ള മലയാറ്റൂർ മലയുടെ മുകളിൽ വിശുദ്ധ കുരിശിന്റെ അടയാളം ഉള്ളതുകൊണ്ട് കുരിശുമുടി എന്നത് ആ സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പേരായി മാറി. മലയാറ്റൂർ മലകയറ്റത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ കാഴ്ചയാണ് വിശ്വാസികൾ തോളിൽ ഭാരമേറിയ മരക്കുരിശുകൾ ചുമന്നുകൊണ്ട് കിലോമീറ്ററുകളോളം നടന്ന് മല കയറുന്നത്. ഇതിനെ കുരിശു ചുമക്കൽ എന്ന് വിളിക്കുന്നു. ഈ നേർച്ചയ്ക്ക് പിന്നിൽ ആഴമേറിയ അർത്ഥങ്ങളുണ്ട്. യേശുക്രിസ്തു തന്റെ മരണത്തിന് മുൻപ് സ്വന്തം കുരിശും ചുമന്ന് കാൽവരി മലയിലേക്ക് നടത്തിയ യാത്രയെ അനുസ്മരിക്കാനാണ് വിശ്വാസികൾ ഇങ്ങനെ ചെയ്യുന്നത്.
ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന യേശുവിന്റെ വചനമാണ് ഈ നേർച്ചയുടെ അടിസ്ഥാനം. സ്വന്തം പാപങ്ങൾക്കും തെറ്റുകൾക്കും പരിഹാരമായി ശരീരം കഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തോട് മാപ്പ് ചോദിക്കുന്ന ഒരു രീതിയാണിത്. ഭാരമേറിയ കുരിശു ചുമക്കുമ്പോൾ അനുഭവപ്പെടുന്ന ശാരീരിക വേദനയെ ആത്മീയമായ ഒരു ശുദ്ധീകരണമായി വിശ്വാസികൾ കാണുന്നു. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ, ഉദാഹരണത്തിന് മാരക രോഗങ്ങൾ മാറാനും വലിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുവാനുമെല്ലാം വിശ്വാസികൾ കുരിശു ചുമക്കാമെന്ന് നേരാറുണ്ട്. മലയടിവാരത്തിൽ നിന്ന് വലിയ മരക്കുരിശുകൾ വാടകയ്ക്ക് എടുക്കുവാനോ സ്വന്തമായി കൊണ്ടുവരുവാനോ ഉള്ള സൗകര്യമുണ്ട്. മലയാറ്റൂർ മലയിലെ കുരിശു ചുമക്കൽ എന്നത് വെറുമൊരു ആചാരമല്ല, മറിച്ച് ദൈവത്തോടുള്ള അഗാധമായ സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളമാണ്. സ്വന്തം ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ യേശുവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് മല കയറുന്ന വിശ്വാസിക്ക് മലമുകളിലെത്തുമ്പോൾ വലിയൊരു ആത്മീയ സമാധാനം ലഭിക്കുന്നു. മലയാറ്റൂർ പള്ളിക്ക് ലഭിച്ച അന്താരാഷ്ട്ര തീർത്ഥാടക കേന്ദ്രം എന്ന പദവി കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിലെയും ഭാരതത്തിലെ തന്നെയും ഏറ്റവും അഭിമാനകരമായ നിമിഷങ്ങളിലൊന്നാണ്. 2004 ഫെബ്രുവരി 11 വത്തിക്കാൻ മലയാറ്റൂർ കുരിശുമുടി പള്ളിയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. വത്തിക്കാനിലെ പള്ളികൾക്കും ആരാധനാലയങ്ങൾക്കും വേണ്ടിയുള്ള തിരുസംഘമാണ് ഈ പദവി നൽകിയത്. ഈ പദവി ലഭിക്കുന്ന ഭാരതത്തിലെ ആദ്യത്തെ പള്ളിയാണ് മലയാറ്റൂർ. ലോകമെമ്പാടും വളരെ കുറച്ച് പള്ളികൾക്ക് മാത്രമേ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രം എന്ന പദവി വത്തിക്കാൻ നൽകിയിട്ടുള്ളൂ. ഉദാഹരണത്തിന് പോർച്ചുഗലിലെ ഫാത്തിമ, ഫ്രാൻസിലെ ലൂർദ് തുടങ്ങിയവ. മലയാറ്റൂരിന് ഈ വലിയ അംഗീകാരം ലഭിക്കാൻ പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. യേശുക്രിസ്തുവിന്റെ നേരിട്ടുള്ള ശിഷ്യനായ വിശുദ്ധ തോമാസ് ലീഹായുടെ പാദസ്പർശമേറ്റതും അദ്ദേഹം പ്രാർത്ഥിച്ചതുമായ ഇടം എന്ന നിലയിലുള്ള ചരിത്രപരമായ പ്രാധാന്യമാണ് ഒന്ന്. കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ മലയാറ്റൂരിലേക്ക് എത്തുന്നുണ്ട്. ജാതിമത ഭേദമന്യേ ഈ ജനപ്രവാഹം പരിഗണിക്കപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ കാരണം. പാറയിലെ പാദമുദ്രകളും വറ്റാത്ത നീരുറവയും പൊന്നും കുരിശും പോലുള്ള അത്ഭുതകരമായ അടയാളങ്ങൾ മലയാറ്റൂരിന്റെ ആത്മീയ മൂല്യം വർദ്ധിപ്പിച്ചു. ഈ പ്രഖ്യാപനത്തിലൂടെ മലയാറ്റൂർ പള്ളിക്ക് ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ ലഭിച്ചു. ഇത് വത്തിക്കാന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിനും ആത്മീയ സംരക്ഷണത്തിനുമുള്ള ഒരു കേന്ദ്രമായി മാറി. അന്താരാഷ്ട്ര തീർത്ഥാടകർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനും കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ മലയാറ്റൂരിന് വലിയ സ്ഥാനം ലഭിക്കുവാനും ഇത് കാരണമായി. എല്ലാ വർഷവും പുതു ഞായറാഴ്ചയിൽ തോമാസ് ലീഹായുടെ പെരുന്നാളിൽ ഇവിടെ നടക്കുന്ന ആഘോഷങ്ങൾ ലോകശ്രദ്ധയാകർഷിക്കുന്നു. വിശുദ്ധ തോമാസ് ലീഹായുടെ പെരുന്നാൾ കേരളത്തിലെ നസ്രാണികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ്. പ്രധാനമായും 2 ദിവസങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ ആചരിക്കുന്നത്. ജൂലൈ 3 ദുക്രാന തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തെയും അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ എഡേസയിലേക്ക് മാറ്റിയതിനെയും അനുസ്മരിക്കുന്ന ദിവസമാണിത്. സുറിയാനി ഭാഷയിൽ ദുക്രാന എന്നാൽ ഓർമ്മ എന്നാണ് അർത്ഥം. കേരളത്തിലെ എല്ലാ സഭകളും ഈ ദിവസം വലിയ ആഘോഷമായി കൊണ്ടാടുന്നു. ഭാരതത്തിന്റെ അപ്പസ്തോലനായ തോമാസ് ലീഹായോടുള്ള ആദരസൂചകമായി കേരള സർക്കാർ ഈ ദിവസം പൊതു അവധി നൽകാറുണ്ട്. കൂടാതെ ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ് പുതു ഞായറാഴ്ചയായി ആഘോഷിക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റ വിവരം മറ്റു ശിഷ്യന്മാരിലൂടെ അറിഞ്ഞ തോമാസ് ലീഹ താൻ നേരിൽ കാണാതെ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞിരുന്നു. ഈസ്റ്റർ കഴിഞ്ഞ് 8-ാം ദിവസം, അതായത് പുതു ഞായറാഴ്ചയാണ് യേശുവിനെ നേരിൽ കാണുകയും എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഏറ്റുപറയുകയും ചെയ്തത്. മലയാറ്റൂർ മലയിൽ ഏറ്റവും വലിയ തീർത്ഥാടനവും ആഘോഷവും നടക്കുന്നത് ഈ പുതു ഞായറാഴ്ചയാണ്. ഈ ആഴ്ചയെ മലയാറ്റൂർ 8 നോമ്പ് എന്നും വിളിക്കാറുണ്ട്. മലയാറ്റൂർ മലകയറ്റത്തിലെ ഏറ്റവും കഠിനവും എന്നാൽ അത്രമേൽ ഭക്തി നിർഭരവുമായ ഒരു നേർച്ചയാണ് കല്ലും മണ്ണും ചുമക്കൽ. ശാരീരികമായ അധ്വാനത്തിലൂടെ ആത്മീയമായ ശുദ്ധീകരണം ലക്ഷ്യമിടുന്ന ഈ നേർച്ചയുടെ പ്രധാന കാരണങ്ങൾ അറിയാം. യേശുക്രിസ്തു ഭാരമേറിയ കുരിശും ചുമന്ന് കാൽവരി മല കയറിയതിനെ അനുസ്മരിച്ചാണ് വിശ്വാസികൾ കല്ലും മണ്ണും ചുമക്കുന്നത്. നമ്മുടെ പാപങ്ങളുടെ ഭാരമാണ് ഈ കല്ലുകൾ എന്ന് സങ്കൽപ്പിക്കുകയും അത് ചുമന്ന് മലമുകളിൽ എത്തിക്കുകയും ചെയ്യുന്നതിലൂടെ പാപമോചനം ലഭിക്കുന്നുവെന്ന് വിശ്വാസികൾ കരുതുന്നു. പണ്ട് കാലത്ത് മലമുകളിൽ പള്ളി പണിയാൻ ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നത് വളരെ പ്രയാസകരമായിരുന്നു.
അക്കാലത്ത് ഭക്തർ ഓരോ കല്ലും മണലും തന്നാൽ കഴിയുന്ന വിധം തലയിൽ ചുമന്ന് മലമുകളിൽ എത്തിച്ചു കൊടുക്കുമായിരുന്നു. ഈ ഒരു പാരമ്പര്യം ഇന്നും ഒരു നേർച്ചയായി തുടർന്നു പോരുന്നു. ശാരീരികമായ അധ്വാനം ദൈവത്തിനായി സമർപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. സമൂഹത്തിൽ താൻ ആരായാലും ദൈവത്തിനു മുൻപിൽ വെറുമൊരു ദാസനാണെന്ന ബോധ്യം ഈ നേർച്ച നൽകുന്നു. തലയിൽ ഒരു കല്ലോ മണ്ണോ ചുമന്ന് മല കയറുന്നത് ഒരാളുടെ അഹങ്കാരം ഇല്ലാതാക്കാനും എളിമ വളർത്താനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുടുംബത്തിലെ തടസ്സങ്ങൾ മാറാനോ വീട് പണി പൂർത്തിയാക്കാനോ മക്കളുടെ വിവാഹം നടക്കാനോ ഒക്കെയായി വിശ്വാസികൾ ഈ കഠിനമായ നേർച്ച നേരാറുണ്ട്. എന്റെ പ്രാർത്ഥന കേട്ടാൽ ഞാൻ മലമുകളിലേക്ക് കല്ല് ചുമക്കാം എന്ന നേർച്ച മലയാറ്റൂരിൽ വളരെ സാധാരണമാണ്. മലയുടെ താഴെ നിന്ന് ഓരോരുത്തരും തന്റെ കഴിവിന് അനുസരിച്ചുള്ള കല്ലുകൾ തലയിലോ തോളിലോ വെച്ച് കുരിശുമുടിയിലേക്ക് നടക്കുന്നു. മലമുകളിൽ നിശ്ചിത സ്ഥാനത്ത് കല്ലുകൾ നിക്ഷേപിച്ച ശേഷമാണ് അവർ മുത്തപ്പനെ വണങ്ങുന്നത്. യേശുക്രിസ്തു ഭാരമേറിയ കുരിശും ചുമന്ന് കാൽവരി മല കയറിയതിനെ അനുസ്മരിച്ചാണ് വിശ്വാസികൾ കല്ലും മണ്ണും ചുമക്കുന്നത്.